നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് സാധാരണ ഒരു വീഡിയോ അല്ല. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ കൃത്യമായി പരാമർശിക്കുന്ന ഒരു അധ്യായമാണ്. ഈ തൊടുകുറി അധ്യായത്തിലൂടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ തന്നിരിക്കുന്നത് 2 പെട്ടികളാണ്. ഈ 2 പെട്ടികളിൽ ഒരു പെട്ടി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ തുറക്കേണ്ടതാണ്. അതിനായി ഏവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പെട്ടി തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ ആകർഷിച്ചത് ഏത് പെട്ടിയാണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും ശുഭകരമായി തീരണം എന്നും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ സമയത്ത് അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കണം, ഒരുപാട് സങ്കടങ്ങൾ വിഷമതകൾ അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന പ്രാർത്ഥനയോടെ തന്നെ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കൂ. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ഏവരും മനസ്സ് ഏകാഗ്രമാക്കി തന്നെ, അതായത് മനസ്സിലുള്ള ടെൻഷനുകൾ, ആകുലതകൾ, മറ്റു ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കി ഏകാഗ്രതയോടെ തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ പെട്ടി തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതവുമായി വളരെയധികം സാമ്യമുള്ള ബന്ധമുള്ള ഒരു ചിത്രം തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, പ്രതിസന്ധികൾ വളരെയധികം നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്നതാണ് വാസ്തവം. പ്രതിസന്ധികൾ വിഷമതകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പല കാര്യങ്ങൾ കൊണ്ടും വിഷമതകൾ അനുഭവിച്ച് പോന്നിരുന്ന നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിലുള്ള വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. എന്നാൽ തീർച്ചയായും അത്തരം സാഹചര്യങ്ങളെ തരണം ചെയ്ത് കുടുംബത്തിന് വേണ്ടി നിങ്ങൾ വളരെയധികം പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ പലരെയും ജീവനതുല്യം സ്നേഹിച്ചിരുന്നവർ തന്നെയാണ്. എന്നാൽ പലപ്പോഴും അവർ മൂലം ചില വിഷമതകൾ, അവഗണനകൾ നേരിടുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. പലപ്പോഴും നിങ്ങൾക്ക് എന്ത് ലഭിക്കും എന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നത് എന്നതാണ് വാസ്തവം. പലപ്പോഴും ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളും ജീവിതത്തിൽ നേരിട്ട് മുന്നോട്ട് പോയിരുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. പലപ്പോഴും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലരും നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കാത്തതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. പലരും നിങ്ങളെ ഒഴിവാക്കിയതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളുടെ മനസ്സിനെ ഇതെല്ലാം വല്ലാതെ വിഷമിപ്പിച്ച വേദനകൾ കൊണ്ട് നിറഞ്ഞ ഒരു സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. പലപ്പോഴും വളരെയധികം കരഞ്ഞിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. ധനപരമായി നോക്കുകയാണ് എങ്കിൽ പലപ്പോഴും പണം ആഗ്രഹിക്കുക അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് പോലും തികയാത്തതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ കഴിവിന് അനുസരിച്ച് തന്നെ പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ ലഭിക്കാത്തതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ കഴിവിനും അധ്വാനത്തിനും അനുസരിച്ചുള്ള കാര്യങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അംഗീകാരങ്ങളും ലഭിക്കാത്തതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല ഭാരവും താങ്ങി നിൽക്കുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ ചുമലിൽ അപ്രകാരം ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് വാസ്തവം. ഈ സ്വഭാവം പലപ്പോഴും
അതായത് എല്ലാ ഭാരങ്ങളും നിങ്ങൾ തന്നെ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ വളരെയധികം ദേഷ്യം പ്രകടിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട്. ദേഷ്യം മാത്രമേ പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുള്ളൂ എന്നത് വാസ്തവമാണ്. അത് പലപ്പോഴും നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും ലഭിക്കാത്തതായ സ്നേഹം ലഭിക്കാത്തതിനാൽ, അവഗണനകൾ അല്ലെങ്കിൽ അർഹതയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ വളരെയധികം ദേഷ്യം തോന്നുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ പല കാര്യങ്ങൾ കൊണ്ടും പലരും മനസ്സിലാക്കുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം പ്രയാസങ്ങൾ, കഷ്ടതകൾ ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം വിജയങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അതിനായി നിങ്ങൾ തീർച്ചയായും നിങ്ങളെ മനസ്സിനെ പാകപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം സുരക്ഷിതമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി പ്രദാനം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രധാന കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ബാധ്യതകൾ പലതുമുണ്ട്. ആ ബാധ്യതകൾ തീർക്കണം എന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ്. സ്വസ്ഥമായി ഉറങ്ങുവാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തം കാര്യങ്ങൾക്ക് നിങ്ങൾ പലപ്പോഴും പ്രാധാന്യം നൽകാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന സാഹചര്യമുണ്ട്. അതിലൊരു മാറ്റം സംഭവിക്കേണ്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. ഈ സമയം അമിതമായ ടെൻഷൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആർക്കും തകർക്കുവാൻ സാധിക്കാത്തതായ ഒരു സ്ഥാനം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ ചില പ്രധാന കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പ്രധാനമായും നോക്കുകയാണ് എങ്കിൽ ചില മാറ്റങ്ങൾ പ്രകടമാകാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളതാണ്. പോസിറ്റീവായി തന്നെ പല കാര്യങ്ങളെയും മനസ്സിലാക്കുവാനും പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാനും സാധ്യത കൂടുതലുള്ള ഒരു സമയം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ നടക്കാത്തതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ നടക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. അത് ധനപരമായ കാര്യങ്ങൾ പോലും ആകാം എന്ന കാര്യം ഓർക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല വിഷമതകളിൽ നിന്നും നിങ്ങൾക്ക് ഒരു മോചനം സാധ്യമാകാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും കാത്തിരിപ്പുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ആ കാത്തിരിപ്പുകൾ ജീവിതത്തിൽ അവസാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത് സാധ്യമാകാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങൾ കൊണ്ടും നെഗറ്റീവായ ഊർജം നിങ്ങളെ വളരെയധികം ബാധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അല്പം കാത്തിരിപ്പ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു പ്രശ്നമാണ് എങ്കിലും അതിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ഉണ്ടാകില്ല എന്ന ചിന്ത ഇപ്പോൾ പാടില്ല എന്ന കാര്യം ഓർക്കുക. പലരും നിങ്ങളെ തളർത്തുവാനോ നിരുത്സാഹപ്പെടുത്തുവാനോ ശ്രമിച്ചു എന്ന് വരാം. എന്നാൽ നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നതായ കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ ഫലങ്ങൾ നൽകും. പ്രത്യേകിച്ചും ഈ സമയം ശുഭകരമായ മാറ്റങ്ങൾ, സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നുചേരാം. എന്നാൽ ചില കാര്യങ്ങളെ തരണം ചെയ്ത് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ പെട്ടിയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്
നിങ്ങൾ പെട്ടെന്ന് സന്തോഷിക്കുന്ന വ്യക്തികളാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് വിഷമിക്കുകയും ചെയ്യുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം സ്വപ്നങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാണ് എന്ന് നിസ്സംശയം പറയാം. വളരെയധികം സ്വപ്നങ്ങൾ ജീവിതത്തിൽ ഉള്ളവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സൗഭാഗ്യങ്ങളോടുകൂടി ജീവിക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്നത് വാസ്തവം തന്നെയാണ്. അല്ലെങ്കിൽ ചില അനുകൂല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് എപ്രകാരം പ്രവർത്തിക്കണം എന്നൊരു ആശയക്കുഴപ്പം നിഴലിക്കുന്നതായ സാഹചര്യമുണ്ട്. പലരും തെറ്റിദ്ധരിപ്പിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം പോലുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾക്ക് നിരവധിയാർന്ന ആഗ്രഹങ്ങളുണ്ട് എങ്കിലും ആഗ്രഹങ്ങളിലേക്ക് തീർച്ചയായും എത്തിച്ചേരുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലപ്പോഴും പല രീതിയിലുമുള്ള വിഷമതകൾ നിങ്ങൾക്ക് നേരിടുന്നു. പല രീതിയിലും വിമർശനങ്ങൾ ഏറ്റ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും പലരെയും അന്ധമായി വിശ്വസിക്കുകയോ പലരെയും അപ്രകാരം വളരെയധികം വിശ്വസിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങൾക്ക് തീർച്ചയായും ശത്രുക്കൾ ഉണ്ട്, നിരവധിയാർന്ന ശത്രുക്കളുണ്ട്. എന്നാൽ ആരാണ് നിങ്ങളുടെ ശത്രു എന്ന് പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. പലരെയും നിങ്ങൾ അമിതമായി വിശ്വസിച്ചു, പലരോടും നിങ്ങൾ സ്നേഹത്തോടെ സംസാരിച്ചു. എന്നാൽ പലരും നിങ്ങളെ വിശ്വാസത്തെ വഞ്ചിച്ചു എന്നത് വാസ്തവമാണ്. അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ അപ്രകാരം തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം എന്നത് പലപ്പോഴും കിട്ടാത്തതായ അവസ്ഥ അവഗണനയാണ് നേരിടുന്നത് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾ വളരെയധികം ചിന്തിച്ചു പോകുന്ന, ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ ചിന്തിച്ച് കാടുകയറുന്ന സാഹചര്യമുണ്ട് എന്ന് മാത്രമല്ല, പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് പല വിധത്തിലും തെറ്റിദ്ധാരണകൾ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ വളരെ കഴിവുള്ള വ്യക്തികളാണ്. സർഗാത്മകമായ കഴിവുകളുണ്ട്. എന്നാൽ പലപ്പോഴും ആലസ്യം നിങ്ങളെ ബാധിക്കുന്നു എന്നത് വാസ്തവമാണ്. ആലസ്യം നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ കഴിവുകൾ കൃത്യമായി പ്രയോജനപ്പെടുത്തേണ്ട സമയമാണ്. ഈ സമയം നിങ്ങളുടെ ഉള്ളിലെ ആ വെളിച്ചത്തെ പലരും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ ഒരു സ്വർണത്തിന് തുല്യം തന്നെയാണ്. കഴിയും തോറും, അതായത് കാലം കഴിയും തോറും നിങ്ങളുടെ മൂല്യമാണ് വർദ്ധിച്ചു വരിക എന്നതാണ് വാസ്തവം. പലരും അത് മനസ്സിലാക്കി നിങ്ങളോട് അടുക്കുന്നതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകും എന്നതും വാസ്തവമാണ്. ധനപരമായി വളരെയധികം സ്വപ്നം കണ്ടിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ധനപരമായ സ്വപ്നം കാണുന്നു എങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ പലപ്പോഴും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നത് വാസ്തവമായ കാര്യം തന്നെയാണ്. പലപ്പോഴും പല കാര്യങ്ങളും നേടിയെടുക്കണം എന്ന് ചിന്തിച്ചാലും അതിന് സാധിക്കാത്തതായ അവസ്ഥ. കഴിവുകളുണ്ട്, എന്നാൽ പലപ്പോഴും അത് പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. നിങ്ങൾ ചെയ്യുന്നതായ തൊഴിൽ മേഖലയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു അംഗീകാരം തേടിയെത്തുവാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പലരും നിങ്ങളെ മനസ്സിലാക്കാത്തതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ മൂല്യം, ഇത് പലരും മനസ്സിലാക്കാത്തതായ സാഹചര്യം
ഉണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ അതിന് സമയമാകുമ്പോൾ അവർ കൃത്യമായി നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പലർക്കും അസൂയ തോന്നുന്ന സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകാം. അത്രമേൽ ഉയരങ്ങളിലേക്ക് എത്തുവാനുള്ള സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ഈ സമയം നിങ്ങളുടെ പ്രണയ ജീവിതത്തിലും ദാമ്പത്യത്തിലാണ് എങ്കിലും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. അവിടെ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകാം എന്നത് വാസ്തവം തന്നെയാണ്. മനോഹരമായ ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഉടനെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നോക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളും സർപ്രൈസായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങളായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില ശുഭവാർത്തകൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു സമ്മാനം അല്ലെങ്കിൽ ചില വ്യക്തികളുമായുള്ള തർക്കങ്ങൾ അവസാനിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ആ സംശയങ്ങൾ നിങ്ങൾക്ക് ദൂരീകരിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. അത്തരം സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാം എന്നത് വാസ്തവമായ കാര്യമാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഉത്തരം ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. മനസ്സിലെ പല ഭാരങ്ങളും ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനോ അല്ലെങ്കിൽ മനസ്സിലെ ഭാരങ്ങൾ തകർത്ത് എറിയുവാനോ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം അവസരങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. ആ അവസരങ്ങൾ കൃത്യമായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും എന്ന കാര്യം ഓർക്കുക. ഈ സമയം പല കാര്യങ്ങളിലും പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളും ഊർജ്ജസ്വലതയോടെ അല്ലെങ്കിൽ പോസിറ്റീവായ ഊർജം നിലനിർത്തി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. ധനപരമായി പോലും നിങ്ങൾക്ക് ലാഭം വന്നു ചേരാവുന്ന സാഹചര്യമുണ്ട്. സന്തോഷം പല കാര്യങ്ങളിലും നിറഞ്ഞു നിൽക്കാവുന്ന സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ധനപരമായ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാം എന്നതും വാസ്തവമാണ്. ചുരുക്കത്തിൽ പറയുകയാണ് എങ്കിൽ സന്തോഷം ജീവിതത്തിൽ ആർജിച്ചിരിക്കുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങളെ തൊട്ടു മുന്നിൽ വന്ന് നിൽക്കുന്ന സാഹചര്യങ്ങൾ അനുകൂലമായ കാര്യങ്ങളെ പലപ്പോഴും കാണുവാൻ സാധിക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളെ തീർച്ചയായും നിങ്ങൾക്ക് മാറ്റങ്ങളായി കടന്നു വരും. പല കാര്യങ്ങളെയും തിരിച്ചറിയുവാൻ സാധിക്കും. പല കാര്യങ്ങളും ഓർത്തെടുത്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാം. എന്നാൽ ഈ സമയം ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകണം എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ സാഹചര്യം നെഗറ്റീവായ ഊർജങ്ങളെ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. പോസിറ്റീവായ ഊർജത്തോടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമാണ് നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത്തരം കാര്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കൂ. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതം അത് മാറ്റങ്ങളുടെ ഒരു തുടക്കത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രദ്ധയോടെ തന്നെ ഈ സമയം മുന്നോട്ട് നീങ്ങൂ.